ചെറുതെങ്കിലും ഇമ്മിണി വലിയ കാര്യം. മനുഷ്യൻ ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്നു എന്നത് ഇന്ന് ഒരു വലിയ വിഷയമല്ല. കാരണം നമ്മെ സംബന്ധിച്ച് ഇന്നത് സാധാരണമാണ്. ബഹിരാകാശത്ത് നിന്നും ചന്ദ്രനിലേക്കും ചന്ദ്രനിൽ നിന്ന് ചൊവ്വയിലേക്കും എല്ലാം മനുഷ്യൻ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ദൂരങ്ങൾ ഇനിയും ഒരുപാട് താണ്ടാനുണ്ട് എന്നിരിക്കെ നമ്മൾ അറിയാതെ പോകുന്ന ചില കഥകളുണ്ട്. 2000 കിലോമീറ്ററുകൾക്ക് മുകളിൽ നിന്നും ഭൂമിയിൽ പതിച്ച ഒരു മനുഷ്യനും പറയാനുണ്ട് അതുപോലൊരു കഥ. 1967 ഏപ്രിൽ 22 ബൈക്കനോർ കോസ്മോഡ്രോം, ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രം. ഇന്നത് കസാഖിസ്ഥാനിലാണ്. അന്ന് സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്നതിന്റെ 50ാമത്തെ വാർഷികം ആഘോഷിക്കുകയായിരുന്നു റഷ്യയിലെ ജനങ്ങൾ. എന്നാൽ ബൈക്കനോർ കോസ്മോഡ്രോമിലെ സയന്റിസ്റ്റുകൾ അതിൽ നിന്നും വിട്ടുമാറി മറ്റൊരു തിരക്കിലായിരുന്നു. വിഷയം മറ്റൊന്നുമായിരുന്നില്ല. സോവിയറ്റ് യൂണിയന്റെ സോയൂസ് 1 എന്ന ബഹിരാകാശ പേടകം ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അവിടെ നിന്നും ബഹിരാകാശത്തേക്ക് ഉയർന്നു പോകും. അതിനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു അവർ. ആഘോഷങ്ങളിലേക്ക് മനസ്സ് ചഞ്ചലപ്പെട്ടാൽ അത് ചിലപ്പോൾ അശ്രദ്ധ ക്ഷണിച്ചേക്കാം. വളരെ ചെറിയ ഒരു പിഴവ് മതി ലോകം ഉറ്റുനോക്കുന്ന ആ നേട്ടത്തിന് തകരാറുകൾ സംഭവിക്കാൻ. ഒരു ബഹിരാകാശ പേടകം വിക്ഷേപിക്കാൻ ഇത്രയും തയ്യാറെടുപ്പുകൾ വേണമോ എന്ന് ഇന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം. അതിന്റെ പ്രധാന കാരണം സോയൂസ് 1ന്റെ 1ാമത്തെ മൊഡ്യൂൾ വിക്ഷേപിച്ചതിനും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 2ാമത്തെ മൊഡ്യൂളും വിക്ഷേപിക്കുന്നുണ്ട്. ഈ 2 മൊഡ്യൂളുകളിലും മനുഷ്യ യാത്രികരും യാത്ര ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബഹിരാകാശത്തെത്തിയ ശേഷം 2 യാത്രികരും അവരുടെ പേടകങ്ങൾ പരസ്പരം കൈമാറുകയും വേണം. ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ ഒരു പ്രതിഭാസം. സോവിയറ്റ് യൂണിയൻ അമേരിക്കയുമായി സ്പേസ് റേസ് നടത്തുന്ന സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഉദ്യമം വിജയകരമാക്കിയേ തീരൂ. ഈ ഉദ്യമത്തിനായി അവർ തിരഞ്ഞെടുക്കുന്നതും അത്രയ്ക്കും പ്രഗത്ഭരായ ബഹിരാകാശ യാത്രികരെയാണ്. 1ാമത്തെ മൊഡ്യൂളിൽ യാത്ര ചെയ്യാനായി തിരഞ്ഞെടുത്തത് 2 പേരെയാണ്. ഒന്നാമൻ വ്ളാഡിമിർ കോമറോവ്. ഒരാൾക്ക് മാത്രം യാത്ര ചെയ്യാവുന്ന ആ മൊഡ്യൂളിൽ എന്തെങ്കിലും കാരണം കൊണ്ട് വ്ളാഡിമിറിന് യാത്ര ചെയ്യാൻ സാധിക്കാതെ ഇരുന്നാൽ ഒരു സെക്കൻഡ് ഓപ്ഷനായി തിരഞ്ഞെടുത്തു വെച്ചതാണ് 2ാമനെ. അങ്ങനെ തിരഞ്ഞെടുക്കുന്നയാളെ ബാക്കപ്പ് കോസ്മോനട്ട് എന്നാണ് വിളിച്ചിരുന്നത്. ഇവിടെ ഈ ഉദ്യമത്തിലേക്ക് സോവിയറ്റ് യൂണിയൻ തിരഞ്ഞെടുത്ത ബാക്കപ്പ് കോസ്മോനട്ട് ഏവർക്കും സുപരിചിതനായ യൂറി ഗഗാറിൻ ആയിരുന്നു. അങ്ങനെ ആ നിമിഷം വന്നെത്തി. വ്ളാദിമിർ തന്റെ യാത്രയ്ക്ക് തയ്യാറായി. അതിന് പൂർണ്ണ പിന്തുണയുമായി യൂറി ഗഗാറിനും ഉണ്ടായിരുന്നു. 1961 ബഹിരാകാശത്തേക്ക് കടന്ന് ഭൂമിയെ വലം വെച്ച ആദ്യത്തെ മനുഷ്യൻ യൂറി ഗഗാറിനായിരുന്നു എന്ന് നാം പഠിച്ചിട്ടുണ്ട്. ഇവിടെ 1967 തന്റെ ബഹിരാകാശ യാത്രയ്ക്കായി തയ്യാറാവുകയായിരുന്നു വ്ളാദിമിർ. 1967 ഏപ്രിൽ 24 വ്ളാദിമിറിനെയും വഹിച്ചുകൊണ്ട് സോയൂസ് 1 ബഹിരാകാശത്തേക്ക് കുതിച്ചു. ഏതാണ്ട് 2000 കിലോമീറ്ററുകൾക്ക് മുകളിലുള്ള ലോ എർത്ത് ഓർബിറ്റിൽ റോക്കറ്റ് പേടകത്തെ കൊണ്ടുചെന്നെത്തിച്ചു. ഭ്രമണപഥത്തിലൂടെ അത് ഭൂമിയെ വലം വെച്ചുകൊണ്ടേയിരുന്നു. തങ്ങളുടെ ദൗത്യം വിജയകരമായി എന്ന സന്തോഷമായിരുന്നു ആ നിമിഷം ഭൂമിയിൽ. എന്നാൽ ഭ്രമണപഥത്തിൽ എത്തിയപ്പോൾ മുതൽ എന്തോ ഒരു തകരാറ് വ്ളാദിമിറിന് അനുഭവപ്പെട്ടു. പേടകത്തിന്റെ സോളാർ പാനലുകൾ പൂർണ്ണമായും നിവരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പേടകത്തിന്റെ ഊർജത്തെ ബാധിച്ചു തുടങ്ങി. സോളാർ പാനൽ പൂർണ്ണമായും നിവരാത്തത് പേടകത്തിന്റെ നാവിഗേഷനെയും ബാധിച്ചു. തനിക്ക് പേടകത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്ന് വ്ളാദിമിർ സിഗ്നൽ നൽകിക്കൊണ്ടേയിരുന്നു. പേടകത്തെ സൂര്യന് അഭിമുഖമായി കൊണ്ടുവരാൻ കഴിയാവുന്നത്ര അയാൾ ശ്രമിച്ചു. പക്ഷേ അതിന് സാധിച്ചില്ല. ഈ വിവരമറിഞ്ഞ സയന്റിസ്റ്റുകൾ 2ാമത്തെ മൊഡ്യൂൾ വിക്ഷേപിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടി ആലോചിച്ചു. 2ാമത്തെ മൊഡ്യൂൾ വിക്ഷേപിക്കണമെന്നും പക്ഷേ അതിൽ വ്ളാദിമിറിനെ 1ാമത്തെ പേടകത്തിൽ നിന്നും രക്ഷിക്കുക എന്ന ഉദ്യമത്തിലായിരിക്കണം പോകേണ്ടത് എന്നുമുള്ള അഭിപ്രായങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെ അതിനുള്ള ശ്രമം ആരംഭിച്ചു. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, അപ്രതീക്ഷിതമായ കാലാവസ്ഥയും കോരിച്ചൊരിഞ്ഞുള്ള മഴയും അതിന് തടസ്സമാവുകയായിരുന്നു. ഒന്നും ചെയ്യാനാവാതെ വ്ളാദിമിറിന്റെ മെസ്സേജുകൾക്ക് കാത്തു നിൽക്കുകയായിരുന്നു എല്ലാവരും. വ്ളാദിമിറിന്റെ പേടകം ഏതാണ്ട് 15ാം തവണയും ഭൂമിയെ വലം വെച്ച് തുടങ്ങി. ലോവർ ഓർബിറ്റിൽ ഏതാണ്ട് 1.5 മണിക്കൂറാണ് ഭൂമിയെ വലം വയ്ക്കാൻ ഒരു പേടകം എടുക്കുന്ന സമയം. ഓരോ തവണ വലം വയ്ക്കുമ്പോഴും സൂര്യനെ അഭിമുഖമായി നിർത്താൻ വ്ളാദിമിർ നന്നായി ശ്രമിച്ചിരുന്നു. എന്നാൽ നിരാശയായിരുന്നു ഫലം. ഇനി ആകെയുള്ളൊരു വഴി ഭൂമിയിലേക്ക് തിരിച്ചു പോരുക എന്നത് മാത്രമാണ്. അങ്ങനെ തന്റെ 19ാമത്തെ വലം വയ്ക്കല് ഭൂമിയിലേക്ക് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പുകൾ വ്ളാദിമിർ നടത്തുകയായിരുന്നു. അങ്ങനെ വിക്ഷേപണത്തിനും 2 ദിവസങ്ങൾക്ക് ശേഷം പേടകത്തിലെ റിട്രോ റോക്കറ്റുകൾ ഉപയോഗിച്ച് വ്ളാദിമിർ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്നും അതിവേഗത്തിൽ ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന പേടകത്തിന്റെ വേഗത പാരച്യൂട്ട് വഴി നിയന്ത്രിക്കാൻ സാധിച്ചാൽ സുരക്ഷിതമായി ഭൂമിയിൽ ഇറങ്ങാൻ സാധിക്കുമെന്ന് എല്ലാവരും സമാധാനിച്ചു. എന്നാൽ അവിടെയും വ്ളാദിമിറിനെ കാത്തിരുന്നത് നിർഭാഗ്യം മാത്രമായിരുന്നു. നേരത്തെ പൂർണ്ണമായും നിവരാതിരുന്ന സോളാർ പാനലുകൾ ഒതുക്കി വെക്കാനും വ്ളാദിമിറിന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാരച്യൂട്ടുകൾക്ക് വിടരാൻ കഴിഞ്ഞില്ല.
പേടകം പൂർണ്ണമായും ചാർജ് ആവാഞ്ഞതും അതിന്റെ ഒരു കാരണമാണ് എന്നും പറയപ്പെടുന്നു. ചെറിയ പാരച്യൂട്ടുകൾക്ക് താങ്ങാവുന്ന വേഗതയായിരുന്നില്ല അപ്പോൾ പേടകത്തിനുണ്ടായിരുന്നത്. ഇനി തന്റെ മുമ്പിൽ മരണം മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞ വ്ളാദിമിർ തന്റെ ഭാര്യയോടുള്ള അവസാന വാക്കുകൾ പേടകത്തിലൂടെ കമാൻഡിംഗ് പോയിന്റിലേക്ക് അറിയിക്കുകയായിരുന്നു. ഏവരും നോക്കി നിൽക്കെ അതിവേഗത്തിൽ വന്ന ആ പേടകം റഷ്യയിലെ വിശാലമായ ഒരു മൈതാനത്ത് തകർന്നു വീണു. അന്ന് ആ പേടകം ഭൂമിയിലേക്ക് പതിച്ചത് മണിക്കൂറിൽ 140 കിലോമീറ്റർ വേഗതയിലായിരുന്നു. അതിന്റെ അവശിഷ്ടങ്ങൾ അന്വേഷിച്ച് ആ മൈതാനത്തേക്ക് ചെന്ന സയന്റിസ്റ്റുകൾക്ക് കാണാൻ സാധിച്ചത് പരന്ന ഒരു ലോഹ കഷ്ണം മാത്രമാണ്. അത്രയ്ക്കും ആ പേടകം തകർന്നു പോയിരുന്നു. അന്ന് ഈ അപകടം സംഭവിക്കുമ്പോൾ വ്ളാദിമിർ കൊമറോവിന് 40 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വ്ളാദിമിറിന്റെ കണ്ണ് നനയിച്ച ഈ അനുഭവം 1960 മുതൽ 71 വരെ സോവിയറ്റ് യൂണിയന്റെ ബഹിരാകാശ പര്യവേഷണത്തിന്റെ തലവനായിരുന്ന നിക്കോള പെട്രോവിച്ച് കാമനിന്റെ ഡയറി കുറിപ്പുകളിൽ ഇന്നും ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കാമനൻ മറ്റു ചില വിഷയങ്ങൾ കൂടി തന്റെ ഡയറിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് അമേരിക്കയുമായുള്ള സോവിയറ്റ് യൂണിയന്റെ സ്പേസ് റേസിന്റെ ഭാഗമായി സംഭവിച്ച ഒരു നിർമ്മാണ പിഴവാണ് ഈ പാരച്യൂട്ടുകൾ പ്രവർത്തിക്കാതിരിക്കാനുള്ള കാരണമെന്നും ഈ യാത്ര ഒരിക്കലും തിരിച്ചുവരവില്ലാത്തൊരു യാത്രയാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് വ്ളാദിമിർ കൊമറോവ് ഈ ഒരു ഉദ്യമത്തിൽ പങ്കെടുത്തത് എന്നും അദ്ദേഹം തന്റെ ഡയറി കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. അത് വലിയ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചത്. ഇതേക്കുറിച്ച് യൂറി ഗഗാറിനും ഒരു സംശയമുണ്ടായിരുന്നതായും അദ്ദേഹം സോവിയറ്റ് യൂണിയന്റെ അന്നത്തെ പ്രസിഡന്റിന് ഒരു മെമ്മോ നൽകിയതായും പറയപ്പെടുന്നു. തൊട്ടടുത്ത വർഷം 1968 തന്റെ 34ാമത്തെ വയസ്സിൽ യൂറി ഗഗാറിൻ മരണപ്പെടുകയായിരുന്നു. അതും ഒരു സാധാരണ ഫ്ലൈറ്റ് ട്രെയിനിങ്ങിനിടയിൽ സംഭവിച്ച ഒരു അപകടത്തിൽ. അതും ഇതും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സോവിയറ്റ് യൂണിയന്റെ ഒരുപാട് രഹസ്യങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇത് ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് എന്ന് വിശ്വസിക്കുന്ന സിദ്ധാന്തങ്ങളും നിലവിലുണ്ട്. രാജ്യം 50ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ അമേരിക്കയുടെ ഹൃദയം തകർക്കുന്ന എന്തെങ്കിലും ഒന്ന് റഷ്യയിൽ നിന്നുണ്ടാവണം എന്ന നിർബന്ധം സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം വ്ളാദിമിറിന് ഈ ഒരു ഉദ്യമത്തിൽ നിന്നും പിന്മാറാൻ സാധിക്കാഞ്ഞത്. ഇനി ഇതിൽ നിന്നും പിന്മാറിയാൽ മരണം തന്റെ ഉറ്റത്തോഴനായ യൂറി ഗഗാറിനെ തേടി വരുമെന്ന തിരിച്ചറിവ് കൊണ്ടായിരിക്കുമോ അദ്ദേഹം ഇതിൽ നിന്നും പിന്മാറാഞ്ഞത്? എന്തായാലും ചരിത്രം ആഘോഷിക്കുന്ന ഒരുപാട് വിജയങ്ങൾക്ക് പിന്നിൽ നമ്മൾ അറിയാതെ പോകുന്ന കണ്ണീരിന്റെ ഉപ്പുരസമുള്ള ഇത്തരം കഥകൾ.